സൈക്കോ ലവ്. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. മോഹിനി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തെറിഞ്ഞു. മതി മോഹി, നിന്റെ ദേഷ്യം കുറക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എല്ലാം കുളമാകും. നിന്റെ തന്തെങ്ങാനും കൊണ്ട് വന്നാൽ തീർന്നു. ശേഖരൻ അവരെ തടഞ്ഞു. ഒന്ന് മതിയാക്കി ശേഖരേട്ടാ, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. ബാലേട്ടനും ദാസേട്ടനും പോയപ്പോൾ ഞാൻ എന്തോരം സന്തോഷം എന്നറിയോ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ എനിക്ക് സ്വന്തമായി കിട്ടുമെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. എന്നിട്ടിപ്പോൾ ഒരു പെണ്ണിനെയും കൊണ്ട് ആ മൂദേവി കയറി വന്നത് ഈ സർവ്വ സ്വത്തുക്കളുടെയും അവകാശിയാവാനായിട്ടാ. ഇനിയെല്ലാം ആ പെണ്ണിൻ്റെ പേരിലാകും. നമ്മളൊക്കെ വെറുതെ സ്വപ്നം കണ്ടത് മാത്രം മിച്ചം. മോഹിനി ദേഷ്യം കൊണ്ട് കുറച്ചു. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം മോഹി. ഇപ്പം അത്യാവശ്യം നന്നായി നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ബാക്കിയൊക്കെ നമുക്ക് വഴിയെ ശരിയാക്കാം. ശേഖരൻ താടിയൊന്നും ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ സ്വർണ്ണക്കട മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലേട്ടാ. നമുക്കും വേണം സ്വന്തമായി പലതും. ആ പെണ്ണിനെ എങ്ങനെ ഒഴിവാക്കും? അവളെ കൊന്നിട്ടായാലും എനിക്കിതെല്ലാം നേടണം. മോഹിനി കൈമുഷ്ടി ചൂട്ടിക്കൊണ്ട് പറഞ്ഞു. അതോർത്ത് ഇവിടെ ആരും മഞ്ഞ് കൊള്ളണ്ട. അഞ്ജു, അവൾ എനിക്ക് വേണം, എൻ്റെ ഭാര്യയായി. പെട്ടെന്ന് ആദർശ് അവിടേക്ക് കയറി വന്ന് അങ്ങനെ പറഞ്ഞതും മോഹിനി അവനെ മുഖം ചൂടിച്ച് നോക്കി. എന്താടാ നീ ഇപ്പം എന്താ പറഞ്ഞത്? പെട്ടെന്നുള്ള അവൻ്റെ വാക്കുകൾ കേട്ട ശേഖരൻ അവനെ നോക്കി ചോദിച്ചു. കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. അഞ്ജു, അവൾ എനിക്ക് സ്വന്തമാക്കണമെന്ന്. സ്വത്തും പെണ്ണും നമ്മുടെ കയ്യിൽ തന്നെ ഭദ്രമാകും. കയ്യിലിരുന്ന അഞ്ജുവിൻ്റെ ഫോൺ വിരലുകൾ കൊണ്ട് കറക്കി കളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ കാര്യമായിട്ടാണോ? നിനക്ക് ആ പെണ്ണിന് ഇഷ്ടമാണോ? ശേഖരൻ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കാര്യമായി പറഞ്ഞത്, എനിക്കവളെ വേണം. അവളെ ഞാൻ കെട്ടിയ അവളുടെ സ്വത്തുകൾ നമുക്ക് സ്വന്തമാണല്ലോ, പിന്നെന്താ പ്രശ്നം? ആദിയുടെ ആ വാക്കുകൾ ഇരുവരെയും വല്ലാതെ സ്വാധീനിച്ചു. ഇതൊക്കെ നടക്കുമോടാ മോനെ? ആ പെണ്ണിന് നിന്നെ ഇഷ്ടാകുമോ? മോഹിനി ആവേശത്തോടെ ചോദിച്ചു. നടത്തേക്കും സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. അന്തസ്സായി പണിയെടുത്ത് ജീവിക്കാൻ ആദ്യം പണ്ടും അറിയാം, ഇപ്പോഴും അറിയാം. പകരം മഞ്ജു, അവളെനിക്ക് വേണം, എൻ്റെ പെണ്ണായി. അതിനു വേണ്ടി എന്തും ചെയ്യാനും ഞാൻ ഒരുക്കമാ. ആദ്യം പറഞ്ഞത് കേട്ടത് മോഹിനിയിൽ മനം നിറഞ്ഞ പുഞ്ചിരി വിടുന്നു. എന്നാൽ അടുത്ത നിമിഷം ആദിയുടെ കയ്യിലിരുന്ന അഞ്ജുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. സംശയത്തോടെ അവൻ മുമ്പിൽ നിൽക്കുന്നവരെയും പിന്നെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് നോക്കി. അവൻ പതി അത് തനിക്ക് നേരെ ഉയർത്തി. ഡിസ്പ്ലേയിൽ കീച്ചേട്ടൻ എന്ന് കണ്ടതും ആദിയുടെ വടിവത്ത പുരുകക്കൊടികൾ സംശയത്താൽ വളഞ്ഞു. അവൻ കോൾ ആൻസർ ബട്ടണിൽ അമർത്തിക്കൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തുകൊണ്ട് അവൻ അവിടുന്ന് മാറി നിന്നു. അഞ്ജുട്ടി, സോറി ഏട്ടാ ശരിക്കും ബിസിയായി പോയടാ, അതാ വിളിക്കാഞ്ഞേ. ആദ്യ കോളെടുത്തതും കിരൺ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. വേണമെങ്കിലടി പൊന്നെ, ഈ മൗനം വേണ്ട വാവേ, എനിക്ക് സങ്കടം വരും. എന്തെങ്കിലും ഒന്ന് മിണ്ട് പെണ്ണേ. ഇതൊക്കെ കേട്ട് ആദിയുടെ മുഷ്ടി ദേഷ്യം കൊണ്ട് ചുരുണ്ടു. അവൻ്റെ കണ്ണിൽ കോപത്തിൻ്റെ തീ ആളിക്കത്തി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എൻ്റെ പൊന്നഞ്ചു, നീ ഇങ്ങനെ പിണങ്ങില്ലേ? ഓ ജാട, എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തറവാട്ടിലേക്ക് പോയി പുതിയ ആളുകളൊക്കെ കിട്ടിയപ്പോൾ നീ നിന്റെ ഈ പാവം കെട്ടിയവനെ മറന്നു കാണും. കിരൺ കുറുമ്പോടെ പറഞ്ഞിട്ടും അവൾ മിണ്ടുന്നില്ലെന്ന് കണ്ട് അവനിൽ എന്തോ സങ്കടം തോന്നി. അഞ്ജു, മതി പിണങ്ങിയിരുന്നത്. ഞാനിപ്പോൾ തറവാട്ടിലുണ്ട്, ഇവിടെ എല്ലാവരും ഉള്ളതാ. അവരോടൊക്കെ ഒന്ന് കൂടിയിട്ട് ഇപ്പം റൂമിലേക്ക് വന്നതേ ഉള്ളൂ. അതിൽ നിന്നെ വിളിക്കാൻ അവസരം കിട്ടിയില്ല. ഒന്ന് മനസ്സിലാക്ക്. താൻ നേരത്തെ വിളിക്കാത്തത് കൊണ്ടാണ് അവളും മിണ്ടാത്തതെന്ന് കരുതി കിരൺ പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം ആദ്യം ആ ഫോൺ കോൾ കട്ട് ചെയ്തിരുന്നു. കിരൺ വീണ്ടും വിളിച്ചു നോക്കിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ പെണ്ണ് ഇനിയിപ്പോൾ രാത്രി നോക്കിയാൽ മതി. സ്വയം പറഞ്ഞുകൊണ്ട് കിരൺ വീണ്ടും കോൾ ചെയ്ത് നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആദ്യം ദേഷ്യം കൊണ്ട് നിന്ന് വിറച്ചു. മനസ്സിൽ പലതും കണക്ക് കൂടിക്കൊണ്ട് അവൻ മുറുകിയ മുഖവുമായി അഞ്ജുവിൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഇതേ സമയം അഞ്ജു ബെഡിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. അവളുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നത് കിരൺ മാത്രമായിരുന്നു. തൻ്റെ അരയിലൂടെ എന്തോന്ന് മുകളിലേക്ക് ഇഴഞ്ഞു കയറുന്നത് അറിഞ്ഞാണ് അവൾ ഉറക്കത്തിൽ നിന്ന് കണ്ണുകൾ ചിമ്മി തുറന്നത്. അസ്വസ്ഥതയുടെ മിഴികൾ തുറന്ന് അഞ്ജു കാണുന്നത് അവളുടെ ടോപ്പ് ഉയർത്തി അവളുടെ നഗ്നമായ വയറിൽ മുഖം പോയിട്ട് കിടക്കുന്ന ആദിയെയാണ്. പെട്ടെന്ന് ഭയന്നവനെ തട്ടിമാറ്റാൻ ശ്രമിച്ചതും അവൻ അവളെ വലിച്ച് ബെഡിലേക്ക് തന്നെ ഇട്ടിരുന്നു. അഞ്ജുവിന് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി. എവിടേക്കാ നീ ഓടുന്നേ? വിട്, മാറ്. അഞ്ജുവിൻ്റെ പിടിയിൽ കിടന്ന് കുതറി. ആദ്യവളുടെ അടുപ്പിൽ പിടിമുറുക്കി അവളെ നോവിച്ചു. വിട്. അഞ്ജു അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു. നിനക്കൊരു കാമുകനുണ്ടല്ലേ കീച്ചേട്ടൻ? നിന്റെ ആരാടി അവൻ? കാമുകനാണോ? അവനും നീയും തമ്മിലുള്ള ബന്ധമൊക്കെ നീ പറയാതെ എനിക്ക് മനസ്സിലായി. പക്ഷേ അതിന് വേണ്ട. നീ ഇവിടേക്ക് വന്നത് തന്നെ ഈ ആദർശന് വേണ്ടിയാണ്. മറ്റാരും നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. മനസ്സിതെടുത്ത് കളഞ്ഞോളം അവനെ. ഇവിടെ പാട്ടി, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നീ ആരാ? മാറണം നാറി, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് കൂവും. അവൾ അവനെ നേരെ ചീറിയതും കോപം കൊണ്ട് വിറച്ച ആദി അവളുടെ വയറിൽ അമർത്തി കടിച്ചു. അമ്മേ! വേദന കൊണ്ട് അഞ്ചു ഉറക്കാലറി വിളിച്ച് കരഞ്ഞു. ആദ്യം അവളെ തന്നെ നോക്കി അങ്ങനെ കിടന്നു. കുറേ നേരം അവൾ വേദന കൊണ്ട് ഉറക്ക കരഞ്ഞു. കരച്ചിലൊന്ന് അടങ്ങിയതും ആദ്യം അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു.
അവൾ കുതറിയെങ്കിലും അവൻ പിടിവിട്ടില്ല. ഏറെ നേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളിൽ നിന്ന് അകന്നു. തളർന്നു കിടന്നവളെ നോക്കി അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഇത്രയും മുറുക്കെ കിടന്ന് അലറിക്കരഞ്ഞിട്ട് ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ അഞ്ജു? നിനക്കൊരു കാര്യം അറിയൂ, ഇവിടെ മുകൾ നിലയിലുള്ള എല്ലാ റൂമുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഡോർ ലോക്ക് ചെയ്താൽ പിന്നെ എത്ര വലിയ ഒച്ചയുണ്ടാക്കിയാലും പുറത്തേക്ക് കേൾക്കില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ആ കിഴവനും കിഴവിയും താഴത്തെ നിലയിലാണുള്ളത്. അവർ അധികം മുകളിലേക്ക് കയറി വരാറില്ല. പിന്നെ നിന്റെ അമ്മ അവർക്കും താഴത്തെ മുറിയാണ് അനുവദിച്ചു കൊടുത്തത്. പിന്നുള്ളത് എൻ്റെ അച്ഛനും ചെറിയമ്മയുമാണ്. അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പം എൻ്റെ പെണ്ണിനിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയെന്ന് തോന്നുന്നു. അഞ്ച് ദയനീയമായി അവനെ നോക്കി. പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്, എനിക്കെൻ്റെ കിച്ചണിനല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനാകില്ല. വാടകടി കൊന്നുകളയും പന്ന നായിൻ്റെ മോളെ, നിന്നൊരുത്തരും ഈ ആദ്യം വിട്ട് കൊടുക്കില്ല. എനിക്ക് ഇന്നോളം ഒരു പെണ്ണിനോടും തോന്നാത്ത മോഹ നിന്നോട് തോന്നിയത്. അതുകൊണ്ട് നിന്നെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാം. അവൻ്റെ വാക്കുകൾ കേട്ട് അഞ്ചു മാനസികമായി അകത്തകർന്നു. അവൾക്ക് ഇങ്ങോട്ട് വരേണ്ടിയില്ലെന്ന് തോന്നിപ്പോയി. തിരികെ തൻ്റെ കുഞ്ഞു വീട്ടിലേക്ക് ചെല്ലാൻ അവൾ ഉള്ളുകൊണ്ട് വല്ലാതെ ആശിച്ചു പോയി. അവളുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് കിടക്കുകയായിരുന്നു ആദി. അവൻ അവളുടെ ഭാവങ്ങളിൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അവൻ്റെ കണ്ണുകളിൽ കാമം നിറഞ്ഞു. അവൻ പതിയെ അവളിലേക്ക് ചാഞ്ഞു. അഞ്ചു ആദ്യ സർവ്വശക്തിയും എടുത്ത് തട്ടിമാറ്റി. അവൻ ബെഡിൻ്റെ ഒരു വശത്തേക്കും പറഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റു. താനെന്ത് വൃത്തികേടെ ഈ കാണിക്കുന്നേ? താനെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് കണ്ടത്. എന്നിട്ട് ഇപ്പം ഇവിടുന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. അഞ്ച് അവന് നേരെ പൊട്ടിത്തെറിച്ചു. അവനൊരു പുഞ്ചിരിയോടെ അവളെ കേട്ടുകൊണ്ട് ഒരു കയ്യിൽ തല താങ്ങി ബെഡിൻ്റെ ഇടതുവശത്തേക്ക് ചാഞ്ഞു കിടന്നു. താനോട് പോകാനല്ലേ പറഞ്ഞത്? വൃത്തികെട്ടവനെ, നിനക്ക് വെടിവെച്ച് കൊല്ലണം, മര്യാദയില്ലാത്ത ജന്തു. അതെന്ത് പറച്ചില്ല അഞ്ചു? എന്നെ വെടിവെച്ച് കൊല്ലാൻ മാത്രം ധൈര്യം ഈ നാട്ടിൽ ആർക്കാ ഉള്ളത്? പിന്നൊരു വഴി, പുറം നാട്ടി നാളെ ഇറങ്ങണം. പക്ഷേ എൻ്റെ ഒറ്റ കൈക്ക് ഉള്ളവന്മാർ. പരിഹാസത്തോടെ പറയുന്ന ആദിയോട് അഞ്ചിന് ദേഷ്യം കൂടി. നീ ആരാണടാ പന്ന നായിൻ്റെ മോനെ? നിന്റെ വിചാരം നിന്റെ തള നിന്നെ പെറ്റേ തന്നെയല്ലേ? കണ്ട അഴുക്ക് ചാലിൽ ജനിച്ചാ ഇങ്ങനെ ഇരിക്കും സ്വഭാവം. അഞ്ചു ഒന്നും ഓർക്കാതെ വായിൽ വന്നതൊക്കെ അവനോട് ദേഷ്യത്തിൽ വിളിച്ചു കൂടി. ആദ്യം തന്നെ മരിച്ചുപോയ അമ്മയെ പറഞ്ഞത് തീരെ സഹിക്കാനായില്ല. ഡേയ്, പറഞ്ഞ് നീ ഇത് എങ്ങോട്ടേക്കാ? പൊന്നുമോളെ, എൻ്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാ ദാ ആ മൂലക്ക് കിടക്കും നീ. ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ അവൾക്ക് നേരെ വന്നതും അഞ്ചു പേടിച്ച് ഭിത്തിയിലേക്ക് ചേർന്നു. എൻ്റെ അമ്മയെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നൊരു ചൂലേ? അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തു. അഞ്ചു ശ്വാസം കിട്ടാതെ അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. വെറുതെ എന്നെ ഒരു ചെകുത്താനാക്കരുത് നീ. ഇപ്പം ഞാൻ പോവാം. ഇനി ഞാൻ വരുമ്പോൾ എന്നെ ഉൾക്കൊള്ളാൻ നീ തയ്യാറായിരിക്കണം. ഇല്ലെങ്കിൽ നന്നായി ബുദ്ധിമുട്ടിക്കും ഞാൻ നിന്നെ. അവൻ അവളെ പിടിവിടുന്ന മഞ്ഞു ഊർന്ന് നിലത്തേക്ക് വീണു. അവൾ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് ആഞ്ഞു ചുമക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്തു. അഞ്ജുവിന് വല്ലാത്ത ഭയം തോന്നി. അവൾക്കൊരു ദിവസം കൊണ്ട് തന്നെ ആ വീടിനോട് മടുപ്പ് തോന്നി. അഞ്ജുവിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. കിരണിനെ ഒന്ന് കാണാൻ അവളുടെ ഹൃദയം ആ നിമിഷം വല്ലാതെ തേങ്ങി. കിച്ചേട്ടാ, അവൾ അറിയാതെ ആ പേര് അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നാൽ അവളിൽ നിന്നും വീണ പേര് ആദ്യ ഉള്ളിൽ പകർന്നിരച്ചു. നിന്നോട് എനിക്ക് ആദ്യം ഒരു ഇഷ്ടം തോന്നി. ഇപ്പം അതെൻ്റെ വാശിയടി. നിന്റെ അഹങ്കാരം കുറച്ചില്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ നീ തീരും. അവളുടെ ഒരു കീച്ചേട്ടൻ. കാലം മടക്കി അഞ്ജുവിൻ്റെ ഇടനെഞ്ചിൻ്റെ ഭാഗത്ത് അവൻ ആഞ്ഞു തൊഴിച്ചതും അവൾ പിന്നിലേക്കും മലന്ന് വീണ് പോയിരുന്നു. വേദന കൊണ്ട് അവൾ ഉറക്കക്കരഞ്ഞു. അവൾക്ക് നെഞ്ചിൽ വല്ലാത്തൊരു കല്ല് കൊണ്ടിടിച്ചതുപോലെ വേദന തോന്നി. ഇനി നീ പുറലോകം കാണില്ല. ഈ വീട്ടിലെൻ്റെ കാൽ കീഴിൽ തീരും നീ. അവളെ വലിച്ചു പോക്കി അവൻ വീട്ടിലേക്ക് ഇട്ടു. ശരീരവേദനയിലും മാനസിക വേദനയിലും അഞ്ചു തളർന്നു. ആദ്യം അവളെ നോക്കിയൊന്ന് പൂച്ചിച്ചിട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയതും മായ അവന് മുമ്പിലേക്ക് വന്നു നിന്നതും ഒന്നിച്ചായിരുന്നു. മുറ്റത്തെ മാവിൽ രണ്ട് കൈയും കൂട്ടിക്കെട്ടി നിർത്തിയിരിക്കുകയാണ് സേതുവിനെയും വൈദ്യുവിനെയും. കയ്യിലിരിക്കുന്ന പേരവടി കൊണ്ട് മാഹി രണ്ടാളെയും മാറി മാറി തല്ലുന്നുണ്ട്. കിരണത് കണ്ട് വേഗം ബൈക്ക് ഒതുക്കിയിട്ട് അവർക്കടുത്തേക്ക് പോന്നു. അമ്മാവാ, എന്താ ഇത്? ചീറ്റയും വൈദ്യുവിനെ എന്തിനിങ്ങനെ തല്ലുന്നേ? കിച്ചു മഹിയോട് അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. തല്ലുകയല്ല, കൊല്ലുകയാണ് വേണ്ടത്. കുടുംബത്തിൻ്റെ പേര് കളയാനുണ്ടായ രണ്ടെണ്ണം. നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാം അമ്മയും മോളും കൂടി ഇപ്പം മുറ്റത്ത് ഓടിക്കളിക്കുന്നത്. മഹി ദേശത്തോട് അടികൊണ്ട് കരയുന്ന ഇരുവരെയും നോക്കിക്കൊണ്ട് കിരണിനോട് പറഞ്ഞു. കിരൺ അവരെ ഒന്ന് നോക്കി. ഇരുവർക്കും നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടാളും നന്നായി ക്ഷീണിച്ചെന്ന് കിരണിന് മനസ്സിലായി. അവൻ തറവാട്ടിലേക്ക് നോക്കി. അവിടെയും ആരില്ല. രാവിലെ ഒരു കല്യാണം എന്ന് അമ്മ പറഞ്ഞത് അവൻ ഓർത്തു. കിച്ചു മഹിയെ നോക്കി. അയാൾ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. അതിനിങ്ങനെ തല്ലണോ? ചിറ്റയ്ക്ക് വയ്യാത്തോണ്ടല്ലേ? വൈദ്യു ചെറിയ കുട്ടിയല്ലേ? ഇങ്ങനെ തല്ലുമ്പോൾ നാട്ടുകാർ കാണില്ലേ? അപ്പം അത് മോശമല്ലേ? കിരൺ അല്പം മായത്തിൽ മഹിയോട് പറഞ്ഞു. കാണട്ടെ, എല്ലാവരും കാണട്ടെ. അങ്ങനെയെങ്കിൽ ഇതുങ്ങളൊന്ന് നേരെയാകട്ടെ. എനിക്കും ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അതാണ് ഈ പറ്റികൾ കണ്ട പേക്കൂത്ത് കാണിച്ച് കളഞ്ഞ് കുളിക്കുന്നത്.
എൻ്റെ ഭാര്യയും മകളെയും തല്ലി ചതച്ചുകൊണ്ട് ഏട്ടൻ അങ്ങനെ ഇപ്പോൾ കുടുംബത്തിന് അന്തസ്സുണ്ടാക്കി കൊടുക്കണ്ട. മഹി രോഷത്തോടെ പറഞ്ഞു നിർത്തിയത് ജഗന്റെ ശബ്ദം അവിടെ ഉയർന്നു. കിരൺ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ജഗനെ കണ്ട് കിരണിന് ടെൻഷനായി. ജഗന്റെ മുഖത്തെ രൗദ്രഭാവം കണ്ട് മഹിയും ഒന്ന് പതറി എന്നതാണ് സത്യം. വൈദ്യവും സേതുവും ആടിക്കൊണ്ട് ഈ സമയം തന്നെ അവശരായിരുന്നു. ജഗൻ വന്നവരെ മാവിനോട് ചേർത്ത് കിട്ടിയ കയറയച്ചു മാറ്റി. മഹിയെ കൊല്ലാനുള്ള ദേഷ്യം ജഗനിലപ്പോൾ ഉണ്ടായിരുന്നു. സേതുവിനെയും വൈദ്യുവിനെയും ജഗൻ തന്നെ രണ്ട് ഭാഗത്ത് നെഞ്ചിലേക്ക് ഒതുക്കി. അച്ചോ! വൈദ്യു അവശതയോടെ വിളിച്ചതും ജഗൻ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒന്ന് മുത്തി. ഒന്നുമില്ല, അച്ഛ വന്നില്ലേ, ഇനി ആരും ഒന്നും ചെയ്യില്ല. സേതു നന്നായി വിറച്ചു. അവളിലെ അവശത മനസ്സിലാക്കി ജഗൻ ഇരുവരെയും കൊണ്ട് മുറിയിലേക്ക് പോയി. രണ്ടാളെയും അവൻ ബെഡിലേക്ക് ശ്രദ്ധിച്ച് കിടത്തി. വൈദ്യു ജഗനെ തന്നെ നോക്കി. തനിക്കോ അമ്മക്കോ എന്തെങ്കിലും അസുഖമോ വയ്യാകിയോ വന്നാൽ മാത്രം പുറത്തേക്ക് പ്രകടമാകുന്ന ജഗന്റെ സ്നേഹം അതവൾക്ക് അത്ഭുതം. ആ സ്നേഹച്ചുടിൽ ചേരാൻ വല്ലാത്ത കൊതിയുമായിരുന്നു. തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന വൈദ്യുവിൻ്റെ നെറ്റിയിൽ ജഗൻ ഒരിക്കൽ കൂടി മുത്തി. അച്ഛയുടെ കുഞ്ഞു ഉറങ്ങിക്കോ. അത്രമേൽ വാത്സല്യത്തോടെ അവൻ പറഞ്ഞതും വൈദ്യു ആ വേദനയിൽ ചെറു ചിരിയോടെ മിടികൾ കൂട്ടി. ജഗൻ സേതുവിനെ നോക്കി. ഏറ്റവും കൂടുതൽ അടുക്കിട്ടിയത് സേതുവിനാണെന്ന് അവനും മനസ്സിലായി. ജഗന്റെ മിഴികൾ നിറഞ്ഞു. അവൻ അവളുടെ ചുണ്ടിൽ പതിയെ ഒന്ന് ചുംബിച്ചു. സേതു വല്ലാതെ അവശയായിരുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും അവൾക്ക് കഴിയില്ല. കണ്ണുകൾ ചിമ്മി തുറക്കാൻ പോലും സേതു ബുദ്ധിമുട്ടുന്നത് കണ്ട് ജഗന്റെ മിഴികൾ ചുവന്നു. ജഗൻ ഇരുവരെയും നന്നായി പുതപ്പിച്ചിട്ട് നേരെ മുറ്റത്തേക്ക് പോഞ്ഞു. ഇത്രയും വേണ്ടിയിരുന്നില്ല അമ്മവ, ചെറിയച്ഛന് നല്ല ദേഷ്യമായിട്ടുണ്ട്. കിരൺ ദയനീയമായി മഹിയോട് പറഞ്ഞു. അവന് ദേഷ്യം വന്നാൽ എനിക്ക് പുല്ല. എൻ്റെ പെങ്ങളെ ഞാൻ തല്ലും, വേണ്ടി വന്ന കൊല്ലും. അമ്മവ, ഇതെന്ത് ഭർത്താനായി പറയുന്നേ? ആ പെങ്ങളുടെ ഭർത്താവ ചെറിയച്ഛൻ. അവരിൽ മറ്റാരേക്കാളും അധികാരവും അവകാശമുള്ള ആള്. കിച്ചു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. മഹി പല്ല് കടിച്ചുകൊണ്ട് കിച്ചുവിന് നേരെ തിരിഞ്ഞതും പടക്കം പൊടുന്ന പോലെ ഒന്ന് അയാളുടെ കാവലിൽ കിട്ടിയതും മൊത്തായിരുന്നു. ഒരു നിമിഷം ചെവി കൊട്ടിയടച്ചു പോയി മഹിക്ക്. ഒരു മൂളക്കം മാത്രം കുറച്ച് നേരത്തേക്ക് മഹി കേട്ടുള്ളൂ. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് നേരെ നോക്കിയ മഹി ശരിക്കും പകച്ചു പോയിരുന്നു. കിച്ചു പോലും ആ കാഴ്ച വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നുപോയി. മഹിയെ ചുട്ടരിക്കും ഭാഗത്ത് നിൽക്കുകയാണ് ജഗൻ. മുതിർന്നവരെപ്പോഴും ബഹുമാനിക്കുന്ന ജഗന്റെ ഈ മാറ്റം മഹിയെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഏട്ടൻ്റെ സ്ഥാനം ധരിച്ച ഇതുപോലെ രണ്ടു തരാൻ ഈ ജഗൻ ഒരു മടിയില്ല. പ്രായവും ബഹുമാനമൊക്കെ സഹികെട്ടാൻ ഞാനങ്ങ് മറക്കും. ഇതുപോലെ ചൂണ്ടുവിരൽ മഹിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് ജഗൻ പറഞ്ഞതും മഹി അവനെ പകച്ചു നോക്കി. കിരൺ നിസ്സയനായി ജഗനെ നോക്കി. മുത്തച്ഛനോ മുത്തശ്ശിയോ ഇതറിഞ്ഞ അവളുടെ മനസ്സ് വല്ലാതെ നോവൂന്ന് അവൻ അറിയാമായിരുന്നു. കുടുംബത്തിന്റെ സമാധാനം തന്നെ ഇതോടെ അവസാനിക്കുമോ എന്ന് അവൻ ഭയന്നു. ഡാ! ആദ്യത്തെ പകപ്പൊന്ന് മാറിയതും മലറിക്കൊണ്ട് മഹി ജഗൻ നേരെ കൈ ഉയർത്തിയിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കരുൺ ഉൾപ്പെടെയുള്ളവർ കാറിൽ നിന്ന് അവിടേക്ക് വന്നിറങ്ങിയത്. മഹി! കരുണിന്റെ വിളിയിൽ ജഗന് നേരെ ഉയർത്തിയ കൈ അതുപോലെ തന്നെ വായിൽ നിർത്തിക്കൊണ്ട് മഹി കരുണിനെ നോക്കി. ഷാരിയും ഓമനയും ഒക്കെ ഈ കാഴ്ച കണ്ട് പകച്ചു നിന്നു. കീർത്തി പ്രവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ ഇവിടെ? കരുണൻ കടുപ്പിച്ച് ചോദിച്ചതും മഹി കരുണിന് നേരെ പാഞ്ഞു ചെന്നു.